നമസ്കാരം 140 മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. പിണറായി വിജയന്റെ യാത്ര മുടങ്ങിയ സംഭവം കേരള ഹൗസ് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ. PSC പരീക്ഷയിൽ വൻ ക്രമക്കേട്, 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. തിരുവനന്തപുരം നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് സാധ്യത മങ്ങി, LDF പിന്തുണയ്ക്കില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്തിമ കുറ്റപത്രത്തിൽ മുൻ ഭരണസമിതി അംഗങ്ങൾ പ്രതികളായേക്കില്ലെന്ന സൂചന. 2029 ലോക്സഭ ലക്ഷ്യമിട്ട BJP, കെ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും മണ്ഡലങ്ങളുടെ ചുമതല. വാർത്തകൾ വിശദമായി. പിണറായി വിജയന്റെ യാത്ര മുടങ്ങിയ സംഭവം കേരള ഹൗസ് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ. ന്യൂഡൽഹിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കോഴിക്കോട്ടേക്കുള്ള വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉടൻ നടപടിയുണ്ടാകും. പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ ഏകോപനമില്ലായ്മയും ആശയവിനിമയത്തിലെ വീഴ്ചയുമാണ് യാത്ര മുടങ്ങാൻ കാരണമായതെന്ന് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കേരള ഹൗസിലെ അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥൻ ആർ ശ്രീകുമാർ അടക്കം 3 പേർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കടുത്ത അച്ചടക്ക നടപടികൾക്ക് സാധ്യതയുണ്ട്. ശനിയാഴ്ച ഡൽഹി വിമാനത്താവളത്തിലെ VIP ലോഞ്ചിൽ എത്തിയെങ്കിലും വിമാന കമ്പനി അധികൃതർ സ്വീകരിക്കാൻ എത്താതിരുന്നതിനെ തുടർന്ന് അദ്ദേഹത്തിന് യാത്ര ചെയ്യാനായിരുന്നില്ല. നിലവിൽ ഈ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ചീഫ് സെക്രട്ടറിക്കും കൈമാറിയിട്ടുണ്ട്. PSC പരീക്ഷയിൽ വൻ ക്രമക്കേട്, 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ 3 സുപ്രധാന തസ്തികകളിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പ്രാഥമിക പരീക്ഷാ ഫലത്തിൽ ഗുരുതര ക്രമക്കേട് പുറത്തുവന്നു. പരീക്ഷയിലെ 10 ചോദ്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി മൂല്യനിർണ്ണയം നടത്താതെയാണ് അധികൃതർ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പരീക്ഷ എഴുതിയ 228 ഉദ്യോഗാർത്ഥികളുടെയും ഉത്തരക്കടലാസുകളിൽ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിൽ 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾ പരിശോധിച്ചിട്ടില്ലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചു. ഇടതു സർവീസ് സംഘടനയിലെ സജീവ പ്രവർത്തകനായ 1ാം റാങ്കുകാരന്റെ നിയമനത്തിന് പിന്നാലെ 3ാം റാങ്കുകാരൻ നൽകിയ പരാതിയിലാണ് ഈ അട്ടിമറി വെളിച്ചത്തായത്. സംഭവം വിവാദമായതോടെ ഇന്ന് ചേരുന്ന PSC യോഗം വിഷയം ചർച്ച ചെയ്യുമെന്നും ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടേക്കുമെന്നാണ് സൂചന. തിരുവനന്തപുരം നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് സാധ്യത മങ്ങി, LDF പിന്തുണയ്ക്കില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയ നീക്കങ്ങളുടെ സാധ്യത മങ്ങുന്നു. 101 അംഗങ്ങളുടെ കൗൺസിൽ UDFന് കേവലം 20 അംഗങ്ങൾ മാത്രമുള്ളതിനാൽ പ്രമേയ നോട്ടീസിന് ആവശ്യമായ ഭൂരിപക്ഷം തികയ്ക്കാനായില്ല. നയപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കില്ലെന്ന് LDF വ്യക്തമാക്കിയതോടെയാണ് UDF നീക്കം പ്രതിസന്ധിയിലാക്കിയത്. എന്നാൽ തെരുവുനായ ശല്യം, കുടിവെള്ള പ്രതിസന്ധി, മാലിന്യ പ്രശ്നം എന്നിവയെ ഉന്നയിച്ച് കോർപ്പറേഷനിലേക്ക് ശക്തമായ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനാണ് UDF തീരുമാനം. ഈ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ കോർപ്പറേഷൻ കൗൺസിൽ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്തിമ കുറ്റപത്രത്തിൽ മുൻ ഭരണസമിതി അംഗങ്ങൾ പ്രതികളായിരിക്കില്ലെന്ന് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സമർപ്പിക്കുന്ന അന്തിമ കുറ്റപത്രത്തിൽ തങ്ങൾ പ്രതികളാകില്ലെന്ന ആത്മവിശ്വാസത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ ഭരണസമിതി PS പ്രശാന്തിന്റെ നേതൃത്വത്തിലായിരുന്ന മുൻ ഭരണസമിതിക്ക് ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കുള്ളതായി കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ലെന്ന് സൂചനകൾ വ്യക്തമാക്കുന്നത്. അതേസമയം കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയവർ നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേരള പോലീസിന്റെ അന്വേഷണം മികച്ചതാണെന്നും CBI അന്വേഷണം ആവശ്യമില്ലെന്നുമുള്ള മുൻ നിലപാടിൽ തന്നെയാണ് ഹൈക്കോടതി ഇപ്പോഴുമുള്ളത്. കേസിന്റെ അന്തിമ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സിറ്റ് തലവൻ S ശശിധരൻ ഇന്ന് ദേവസ്വം ബോർഡ് ബെഞ്ചിൽ നേരിട്ട് ഹാജരായി വിശദീകരിക്കും. 2029 ലോക്സഭ ലക്ഷ്യമിട്ട് BJP, കെ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും മണ്ഡലങ്ങളുടെ ചുമതല. വരുന്ന 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കേരളത്തിൽ BJP പ്രഭാരിമാരുടെ പട്ടിക ഒരുങ്ങുന്നു. ഇതനുസരിച്ച് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ചുമതല മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും തിരുവനന്തപുരത്തിന്റെ ചുമതല നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും നൽകാനാണ് തീരുമാനം. മണ്ഡലം മാറി മത്സരിക്കുന്നത് പാർട്ടി നേതാക്കളുടെ പരാജയത്തിന് കാരണമാകുന്നുവെന്ന കോർ കമ്മിറ്റി വിമർശനം പരിഗണിച്ചാണ് ഇപ്പോൾ തന്നെ ആളുകൾ നിശ്ചയിച്ച് പൂർണ്ണസമയ പ്രവർത്തനത്തിന് ഇറക്കുന്നത്. ഇതുകൂടാതെ പത്തനംതിട്ടയിൽ അനൂപ് ആന്റണി, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ സന്ദീപ് വചസ്പതി, കൊല്ലത്ത് BB ഗോപകുമാർ എന്നിവരെയും പ്രഭാരിമാരായി പരിഗണിക്കുന്നുണ്ട്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പാക്കാൻ ഉണ്ടാകുന്നതിനിടെയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പാർട്ടി അടിയന്തര നീക്കം നടത്തുന്നത്.